ഈശോയിൽ സ്നേഹമുള്ളവരെ, ദർഹാകാലത്തിലെ 6-ാം ഞായറാഴ്ച ബന്ധങ്ങളെക്കുറിച്ച് പരിശോധിക്കാനാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഒന്നാമത്തെ വായനയിൽ പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തോടുള്ള ബന്ധം പുലർത്താൻ പ്രമാണങ്ങളും കൽപ്പനകളും എപ്രകാരം നമ്മെ സഹായിക്കുമെന്ന് അതിമനോഹരമായിട്ട് ദൈവം പറഞ്ഞു തരികയാണ്. എന്നെ വെറുക്കുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ മക്കളോട് 3-4 തലമുറകൾ വരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ മക്കളോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. പ്രമാണങ്ങൾ ശാശ്വതമായ നിത്യമായ ബന്ധങ്ങളിലേക്ക് നയിക്കുമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ വായനയിൽ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ പ്രമാണങ്ങളും കൽപ്പനകളും ലംഘിക്കുന്നത് എങ്ങനെയാണ് അടിമത്തങ്ങളിലേക്ക്, പരദേശവാസത്തിലേക്ക് നയിക്കുന്നത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവിടെ ദൈവം പറയുകയാണ്, പാപം ചെയ്ത് എന്നിൽ നിന്ന് അകന്നുപോയെങ്കിലും ഞാൻ തൽക്കാലത്തേക്ക് അവർക്ക് ദൈവാലയമായി മാറി. നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മെ തേടി വരും. ഒരു ദൈവാലയം പോലെ അവിടുന്ന് നമ്മെ പൊതിഞ്ഞു പിടിക്കും. മൂന്നാമത്തെ വായനയിൽ കൊളോസ്യർക്കുള്ള ലേഖനം 3-ാം അധ്യായം 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണും എപ്രകാരമാണ് നമ്മൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നമ്മുടെ സഹോദരങ്ങളോട് വർത്തിക്കേണ്ടത്. ക്രിസ്തുതുല്യമായ സ്നേഹത്തോടെ എങ്ങനെ നമ്മുടെ സഹോദരങ്ങളെ വീണ്ടെടുക്കണം. കാരണം എല്ലാവരിലും ക്രിസ്തുവുണ്ട്, എല്ലാം ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, 4-ാമത്തെ വായനയിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ബലികളെയും കാഴ്ചകളെയും അതിശയിപ്പിക്കുന്ന, അതിലംഘിക്കുന്ന രമ്യതയുടെ മാഹാത്മ്യത്തെക്കുറിച്ചാണ്. സഹോദരനോട് രമ്യതപ്പെടുന്നവൻ ക്രിസ്തുവിൻ്റെ പകരക്കാരനാണ്. അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ബലിയുടെ വിശുദ്ധി തീർച്ചയായിട്ടും കടന്നു വരും. പ്രിയമുള്ളവരെ, ഇപ്രകാരം ദൈവത്തോട്, ദൈവിക നിയമങ്ങളോട്, സഹോദരങ്ങളോട്, ബന്ധങ്ങളോട് ദൈവികമായ ഭാവങ്ങൾ പുലർത്താൻ, അവയെ ദൈവത്തോട് ബന്ധിപ്പിക്കാനാണ് ഈ ഞായറാഴ്ച ദർഹാകാലം 6-ാം ഞായർ നമ്മോട് ആവശ്യപ്പെടുന്നത്.